NGO യൂണിയൻ കോതമംഗലം ഏരിയ വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹംസ കണ്ണാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO യൂണിയൻ കോതമംഗലം ഏരിയയുടെ 62ാം വാർഷിക സമ്മേളനം കോഴിപ്പള്ളി ഹോളിഡേ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹംസ കണ്ണാട്ടിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ്, ഒരു നിശ്ചിത കാലത്ത് കരാറിൽ ഏർപ്പെടുന്നു. ആ കാലയളവിൽ ഇത്ര വേതനം തരുമെന്ന് പറയും. ഇനി 5 വർഷം കഴിഞ്ഞ് എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞാൽ പുതുക്കണോ? ചിലപ്പോൾ പുതുക്കാം, ഇല്ലെങ്കിൽ പോകാൻ വേണ്ടി പറയുന്നു. അവന് പെൻഷനില്ല, മറ്റാനുകൂല്യങ്ങളില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് അഗ്നിവീർ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം അഗ്നിവീർ. വേറെ ഒന്നും പറയണ്ട. 5 കൊല്ലം പരിശീലനം കൊടുക്കും, അവന് പിരിയുമ്പോൾ ചെറിയ സംഖ്യ കൊടുക്കും, പെൻഷനില്ല, ഒന്നുമില്ല. രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരൻ്റെ സ്ഥിതിയാണ്. രാജ്യത്ത് എല്ലാ തൊഴിൽശാലകളിലും അപ്രന്റീസുമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞു. 10,000 മുതൽ 14,000 രൂപയാണ് ഒരു സ്ഥിരം തൊഴിലാളി ചെയ്യുന്നത് പോലെ അതിനേക്കാൾ നന്നായി ചെയ്യും. അതാ ഒരു തൊഴിൽ. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നു. ഈ അപ്രന്റീസ് ട്രെയിനീസിൻ്റെ 24 മാസമുള്ളത് 36 മാസമാക്കുന്നു. 36 മാസമാക്കിയാൽ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റിന് കുറഞ്ഞ വേതനത്തിന് സ്റ്റൈപ്പൻഡ് നൽകി അവൻ്റെ തൊഴിലെടുപ്പിക്കാൻ ആളെ കിട്ടും. ഏരിയ പ്രസിഡന്റ് EN അബൂബക്കർ അധ്യക്ഷനായി. സുധീർ PM രക്തസാക്ഷി പ്രമേയവും മെറീന ഷാജി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി സാബു M ദേവസ്യ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ റെജിമോൻ CK വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് EN അബൂബക്കർ, വൈസ് പ്രസിഡന്റുമാരായി മെറീന ഷാജി, കുര്യാക്കോസ് PJ, സെക്രട്ടറിയായി രഞ്ജിത്ത് P രാജ്, ജോയിന്റ് സെക്രട്ടറിമാരായി സുധീർ PM, സബീന AS, ട്രഷററായി റെജിമോൻ CK എന്നിവരെ തെരഞ്ഞെടുത്തു. ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ജീവനക്കാർക്കായി NGO ക്വാർട്ടേഴ്സ് തുടങ്ങുക, വനിതാ ജീവനക്കാർക്ക് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തുക, മെഡിസെപ്പ് അപാകത പരിഹരിച്ച് ജീവനക്കാർക്ക് മെച്ചപ്പെട്ട മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നിങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.